ഹായ്, എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആ ഫോണിൻ്റെ ശബ്ദം കേട്ട് പിള്ള പെട്ടെന്ന് സുസ്മിതയെ കാണുകയാണ്. അന്നേരം ഇങ്ങോട്ട് ഓടി വന്നേ കുഞ്ഞെന്നും പറഞ്ഞ് വിഷ്ണുവിനെ വിളിക്കുമ്പോൾ വിഷ്ണുവും കാണുകയാണ്. അന്നേരം നിനക്ക് എന്താടി ഇവിടെ കാര്യം, അങ്ങോട്ട് എഴുന്നേക്കടി എന്നും പറഞ്ഞ് വിഷ്ണു ആണെങ്കിൽ സുസ്മിതയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അന്നേരം വീട് വിഷ്ണു ഏട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ്, ഞാനിവിടെ കാറ്റ് കൊള്ളാനിരുന്നാണെന്ന്. അന്നേരം കാറ്റ് എന്നും പറഞ്ഞ് വിഷ്ണു ചീത്ത വിളിക്കാൻ ഒരുങ്ങുന്നുണ്ട്, പക്ഷേ അത് പറയുന്നില്ല. തുടർന്ന് സുസ്മിത എങ്ങ് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അന്നേരം അവിടെ നിന്നേ പോകാൻ വരട്ടെ എന്നും പറഞ്ഞ് വിഷ്ണു ബലമായിട്ട് സുസ്മിതയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അന്നേരം വീട് വിഷ്ണു ഏട്ടാ എന്നൊക്കെ സുസ്മിത ഇങ്ങനെ ഉറക്കെ പറയുന്നത് അകത്തിരുന്ന് എല്ലാവരും കേൾക്കുകയാണ്. സത്യഭാമയും ശാലിനിയും രാഘവൻ നായരും പൊന്നിയും ഒക്കെ കേൾക്കുകയാണ്. അന്നേരം അവിടെ എന്താ ഒരു ബഹളം എന്ന് ഭാമ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് വിഷ്ണു ബലമായിട്ട് സുസ്മിതയെ പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് വരികയാണ്. അന്നേരം വിട് എന്നൊക്കെ സുസ്മിത അവിടെ നിന്നും പറയുന്നുണ്ട്. അന്നേരം ഞാനൊരു പെണ്ണാണ്, എന്നെ ദേഹോപദ്രവം ചെയ്താൽ കളി മാറും, ശിക്ഷ കിട്ടും, ജയിലിൽ പോകും എന്നൊക്കെ സുസ്മിത ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കുമ്പോൾ അവളുടെ ഒരു പെണ്ണ് എന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണു അങ്ങ് ദേഷ്യം കടിച്ചു പിടിക്കുകയാണ്. തുടർന്ന് എന്താ പിള്ളേ പ്രശ്നം എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ ഞാനും വിഷ്ണു കുഞ്ഞും തമ്മിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സുസ്മിത അവിടെ പതുങ്ങിയിരിക്കുകയായിരുന്നു എന്ന്. അന്നേരം ഞാൻ പതുങ്ങിയിരിക്കുകയൊന്നുമല്ല, അവിടെ ഇരിക്കുകയായിരുന്നു, എനിക്ക് അവിടെ കുറച്ചു നേരം ഇരിക്കണമെന്ന് തോന്നി എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം പിള്ള പറയുകയാണ്, അല്ല അകത്ത് നിന്ന് വന്നാണ് അവിടെ ഇരുന്നത്, എന്തോ കള്ളത്തരം ഒപ്പിക്കാനാണ് അവിടെ ഇരുന്നത് എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത അങ്ങ് ആകെ കുഴഞ്ഞു നിൽക്കുകയാണ്. അന്നേരം സുസ്മിത അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ നിൽക്കടിയെന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണു കൈ പിടിച്ച് ബലമായിട്ട് നിർത്തുകയാണ്. അപ്പോഴത്തേക്കും മുകളിൽ നിന്ന് അർജുനും ഒക്കെ താഴെ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഞാൻ കള്ളത്തരമൊന്നും കാണിച്ചില്ല, എനിക്ക് അവരെ കുറച്ചു നേരം ഇരിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്ത് കള്ളത്തരം എന്നിങ്ങനെയൊക്കെ സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം അത് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാമെന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ പാർക്കുട്ടി അങ്ങ് പ്രീതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം സുസ്മിത പെട്ടെന്ന് പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു വീണ്ടും ബലമായിട്ട് പിടിച്ചു നിർത്തുകയാണ്. തുടർന്ന് ശാലിനി സുസ്മിതയുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ സുസ്മിത അങ്ങ് ആകെ വിയർത്ത് കുഴഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ആ കവർ ഇങ്ങ് തന്നേന്ന് പറയുന്നുണ്ട്. അന്നേരം സുസ്മിത അതങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അത് ഞാൻ തരില്ല എന്ന് പറയുകയാണ്. അന്നേരം അതിങ്ങ് തന്നേന്ന് വീണ്ടും ശാലിനി ചോദിക്കുമ്പോൾ അത് ടൈലർക്ക് കൊടുക്കാനുള്ള ചുരിദാറിൻ്റെ തുണിയാണെന്ന് പറയുമ്പോൾ അതിലെന്താണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ, അതിങ്ങ് തരാനല്ലേ പറഞ്ഞുള്ളൂ എന്ന് ശാലിനി ഒന്നുകൂടി കടുപ്പിച്ച് പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, നീ പറയുമ്പോൾ തരാനായിട്ട് എനിക്ക് മനസ്സില്ല, ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞിട്ട് വീണ്ടും സുസ്മിത പോകാൻ തുടങ്ങുമ്പോൾ എടി നിന്നോട് നിൽക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണു പിടിച്ചു നിർത്തുകയാണ്. അന്നേരം പൊന്നിയോട് ഇങ്ങനെ ശാലിനി പറയുകയാണ്, പൊന്നി അത് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. തുടർന്ന് പൊന്നി കവർ ഇങ്ങനെ താടി എന്ന് പറയുമ്പോൾ ഇല്ല തരില്ല, പോടി എവിടെ നിന്നും പറഞ്ഞ് വീണ്ടും സുസ്മിത ബഹളം വയ്ക്കുകയാണ്. തുടർന്ന് പൊന്നി ബലമായിട്ട് കവർ പിടിച്ച് വാങ്ങിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിവലി നടക്കുകയാണ്. അന്നേരം എല്ലാവരും ഇവർ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. തുടർന്ന് ആ കവറിൽ നിന്ന് ഇങ്ങനെ സ്വർണം കിലുങ്ങുകയും അത് താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് സുസ്മിത ആ കവറും അങ്ങ് താഴെ ഇടുകയാണ്. സ്വർണം കാണുമ്പോൾ എല്ലാവരും അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്, സത്യഭാമയും വിഷ്ണുവും ശാലിനിയും ഒക്കെ. അന്നേരം സുസ്മിത പെട്ടെന്നൊന്ന് മനോധൈര്യം വീണ്ടെടുത്തിട്ട് അയ്യോ സ്വർണ്ണമോ, ഇതെങ്ങനെ എൻ്റെ കവറിൽ വന്നു എന്ന് പറയുമ്പോൾ ശാലിനി കളിയാക്കുകയാണ്, നീ ടൈലർക്ക് കൊടുക്കാൻ കൊണ്ടുപോയ കവറിലേക്ക് തുണി ചിലപ്പോൾ ചുരിദാർ പീസ് ചിലപ്പോൾ സ്വർണ്ണമായിട്ട് പരിണമിച്ചതായിരിക്കും, ഇത് സർക്കാരിനും പോലീസിനൊക്കെ പറഞ്ഞു കൊടുത്താൽ രാജ്യത്തിന് വളരെ ഉപയോഗമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. അന്നേരവും സുസ്മിത പറയുന്നുണ്ട്, ഇത് ഞാൻ എടുത്തിട്ടില്ല, ഇത് ഞാനല്ല, എൻ്റെ കവർ വന്നത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അർജുൻ അങ്ങ് ശ്രദ്ധിക്കുകയാണ്. അർജുൻ ഇങ്ങനെ സുസ്മിതയെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഈ സ്വർണ്ണം നോക്കുമ്പോൾ സത്യഭാമ പോയി സ്വർണ്ണം എടുക്കുന്നുണ്ട്, ആ മലയും വളയും ഒക്കെ വാരി എടുക്കുകയാണ്. എന്നിട്ട് ഇത് പ്രീതിയുടെ സ്വർണ്ണമല്ലേ, ഇതാ മോളെ നോക്കുമെന്ന് പറഞ്ഞ് പ്രീതിയെ കാണിക്കുമ്പോൾ അത് എൻ്റെ സ്വർണ്ണമാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഞാൻ എടുത്തില്ല, ഇത് എങ്ങനെ എനിക്ക് വന്നു അറിഞ്ഞുകൂടാന്നൊക്കെ സമർത്ഥമായിട്ട് പറയാനായിട്ട് സുസ്മിത പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവിടെ വില പോകുന്നില്ല. എല്ലാവരും സുസ്മിതയെ തന്നെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അർജുൻ പറയുന്നുണ്ട്, ഇത് ഇവള് മുറിയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമത്തിലായിരുന്നു സത്യാമ്മേ, കുഞ്ഞ് കടന്ന് കരഞ്ഞപ്പോൾ ഞാൻ താഴെ കൊണ്ടുപോകാൻ പറഞ്ഞു, ഞാനാണെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു, അപ്പോഴും റൂമിൽ എന്തോ ശബ്ദം കേട്ട് ഞാൻ അവിടേക്ക് ചെന്നു, പക്ഷേ അവിടെ ആരെയും കണ്ടില്ല, ഇവൾ ഒരു പക്ഷേ ആ റൂമിൽ ഒളിഞ്ഞിരുന്നുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഇല്ല എന്നൊക്കെ സുസ്മിത പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് ആ ചിത്രം ഒന്നുകൂടി വ്യക്തമാവുകയാണ്. തുടർന്നും വിഷ്ണു പറയുന്നുണ്ട്, ഈ കഥയുടെ പൂർണ്ണ രൂപമായിട്ടില്ല, ഇവള് ഈ എന്തിനാണ് തയ്യക്കടയിലേക്ക് കൊണ്ടുപോയ ആ തുണി കൊണ്ടുപോകാൻ പോയ ടൈലർ ആരാണെന്ന് അറിയണ്ടേ, അത് സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രബോസ് ആണെന്ന് പറയുമ്പോൾ സുസ്മിത എങ്ങ് വായും തുറന്ന് നിൽക്കുകയാണ്. വിഷ്ണു ഇതെങ്ങനെ മനസ്സിലാക്കി എന്നുള്ള ഉദ്ദേശത്തിൽ ഇവളുടെ ചിറ്റപ്പൻ ചന്ദ്രബോസിന്റെ അടുത്തേക്കാണ് ഇവളിത് കൊണ്ടുപോകാനായിട്ട് പോയതെന്ന് പറയുമ്പോൾ സത്യഭാമയാണെങ്കിൽ ആകെ അങ്ങ് കലി കയറി നിൽക്കുകയാണ്.
ഞങ്ങൾ വരുന്ന വഴിക്കൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് പോലീസ് ചെക്കിങ്ങും സുസ്മിതയുടെ കോൾ വന്നതും സ്വർണ്ണമായാൽ മതി എന്ന് പറയുന്നതും ഒക്കെ പറയുമ്പോൾ സത്യഭാമ ദേഷിച്ച് ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിതയുടെ അടുത്തേക്ക് വന്ന് ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് ആൻറ്റിക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല, ഞാനത് വേറൊരു കാര്യം പറയാനാണ് വിളിച്ചത്, ചിറ്റപ്പനെ വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഫോൺ ഇങ്ങ് താടി എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിത കൈയൊക്കെ പുറകോട്ട് പിടിക്കുകയാണ്. അന്നേരം ഇങ്ങ് താടി എന്ന് പറയുമ്പോൾ അവസാനം വഴിയില്ലാതെ ഫോൺ ഇങ്ങനെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. തുടർന്ന് അത് സത്യഭാമ ബലമായിട്ട് പിടിച്ചു വാങ്ങുകയാണ്. പിടിച്ചു വാങ്ങിയിട്ട് റീസെൻ്റ് കോൾ നോക്കുമ്പോൾ CI ചിറ്റപ്പൻ എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ട്. അന്നേരവും ഞാൻ വേറൊരു കാര്യം പറയാനാണ് ഇതല്ല എന്നൊക്കെ പറയുമ്പോൾ കള്ളം പറയുന്നോടി എന്നും പറഞ്ഞിട്ട് സത്യഭാമ ഇങ്ങനെ സുസ്മിതയെ തല്ലാനായിട്ട് പോകുന്നുണ്ട്. അന്നേരം അടി കൊണ്ടു എന്നുള്ള രീതിയിൽ സുസ്മിത ഇങ്ങനെ പുറകിലോട്ട് മാറുകയാണ്. പക്ഷേ ഭാമയെന്ന് ഇങ്ങനെ രാഘവൻ നായർ വിളിക്കുമ്പോൾ സത്യഭാമ തല്ലുന്നില്ല. അന്നേരം തല്ലണ്ട അവളെ എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ ആശ്വാസമാവുകയാണ്. അന്നേരം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ രാഘവേട്ട ഇവള് എന്നിങ്ങനെ ഭാമ പറയാൻ തുടങ്ങുകയാണ്. അന്നേരം ശിക്ഷിക്കണ്ട എന്നെ ഇപ്പോൾ തല്ലണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, പക്ഷേ ശിക്ഷ നടപ്പാക്കണ്ട എന്ന് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇനി രാഘവൻ നായർ എന്താണ് പറയുന്നതെന്ന് ആലോചിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയുടെ ബാഗിൽ നിന്ന് സ്വർണം കണ്ടെടുത്തില്ലേ, അപ്പോൾ എന്താണ് ചെയ്തത്, അത് ചെയ്യ് എന്ന് പറയുമ്പോൾ സുസ്മിത വീണ്ടും പെട്ട് അയ്യോ എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. പോലീസിനെ വിളിക്ക് എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ സുസ്മിത സംഭവം ഓർക്കുന്നുണ്ട്. ശാരദാമ്മയെ അന്ന് ബാഗിൽ നിന്ന് സ്വർണം കണ്ടെടുത്തതും അവർ പിന്നെ കരഞ്ഞു പറഞ്ഞതും പോലീസ് കൊണ്ടുപോയതും ഒക്കെ ഓർത്ത് സുസ്മിത അങ്ങ് വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത രക്ഷപ്പെടാൻ എന്നോണം പറയുകയാണ്, ഇത് വീട്ടിലെ കാര്യമല്ലേ, ഇതിനെന്തിനാ പോലീസൊക്കെ ചോദിക്കുമ്പോൾ അന്ന് ശാരദാമ്മയുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ, നിനക്കായിരുന്നല്ലോ പോലീസിനെ വിളിക്കാനായിട്ട് ധൃതി എന്ന് രാഘവൻ നായർ പറയുമ്പോൾ സുസ്മിതയ്ക്ക് ഇവിടെ മിണ്ടാട്ടം മുട്ടുകയാണ്. തുടർന്ന് അർജുൻ പറയുകയാണ് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും അത് ശരിവെക്കുകയാണ്. പക്ഷെ അർജുൻ അങ്ങോട്ട് പോലീസിന് ഡയൽ ചെയ്യുമ്പോഴത്തേക്കും ശാലിനി പറയുകയാണ് വേണ്ട അർജുനേട്ടാ പോലീസിനെ വിളിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് ശാലിനി എന്ന് പറയുമ്പോൾ വേണ്ട അർജുനേട്ടാ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അന്നേരം രക്ഷപ്പെട്ടു എന്നിങ്ങനെ സുസ്മിത മനസ്സിൽ കരുതുമ്പോൾ ശാലിനി പറയുകയാണ് നീ രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട, ഈ പോലീസ് വന്നാലാണ് നീ രക്ഷപ്പെടുന്നത്, പക്ഷെ പോലീസ് ഇല്ലാത്തപ്പോൾ നീ രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. പോലീസ് വന്നാൽ നിന്റെ ചിറ്റപ്പനും എല്ലാവരും കൂടി ചേർന്ന് ഒരു FIR ഇട്ടാലും ഒരു 5-6 മാസത്തെ ശിക്ഷാവിധി, ആരും കാണാനില്ലാത്തൊരു മോഷണ കേസിൽ നിനക്ക് അത്രയേ കിട്ടുകയുള്ളൂ. പക്ഷേ നീ ഇപ്പോൾ വേണ്ടത് പോലീസ് സ്റ്റേഷനിലല്ല, ഇവിടെയാണ് വേണ്ടത്. പ്രീതിയുടെ കൺവെട്ടത്ത് സ്വന്തം ഭർത്താവിനെയും പ്രീതിയെയും കൊല്ലാൻ നോക്കിയതിന് പരമാവധി ശിക്ഷ നിനക്ക് കിട്ടണം. ആ പഞ്ചകൈലാസത്തിൽ നീ ചെയ്ത ക്രൂരതകളൊക്കെ നീ ഇവിടെ ഉണ്ടായാൽ മാത്രമേ പ്രീതിയുടെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വരുത്തുകയുള്ളൂ. അപ്പോൾ നീ ഇവിടെ തന്നെ വേണം. 17-ാം തീയതി കോടതി കൂടി കഴിഞ്ഞാൽ അവിടെ പ്രീതി മൊഴി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ നേരെ പോകുന്നത് സെൻട്രൽ ജയിലിലേക്കാണ്. അവിടെ കിടന്ന് നിനക്ക് മനമൊരുകി ചെയ്ത പ്രവൃത്തികളൊക്കെ ഓർത്ത് പശ്ചാത്തപിച്ച് അങ്ങനെ കിടക്കാം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അത് ശരിയൊക്കെയാണ്. രാഘവൻ നായർക്ക് അതൊക്കെ കേട്ടങ്ങ് സന്തോഷമാവുന്നുണ്ട്. വിഷ്ണുവിനും അർജുനും പ്രീതിക്കും ഒക്കെ സന്തോഷമാവുകയാണ്. തുടർന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ് ഇതിലും ഭേദം പോലീസ് വന്ന് എന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്നൊക്കെ സുസ്മിത കരുതുന്നുണ്ട്. തുടർന്ന് ശാലിനി ഭാമയോട് ചോദിക്കുകയാണ് എന്താ സത്യാമ്മേ അങ്ങനെ പോരേയും ചോദിക്കുമ്പോൾ നിന്റെ തീരുമാനം തന്നെയാണ് മോളെ ശരിയെന്ന് സത്യഭാമ പറയുകയാണ്. മോളെ എന്നൊക്കെ വിളിച്ച് അത് കേട്ട് വിഷ്ണുവിനൊക്കെ അങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് സുസ്മിതയോട് ഭാമ പറയുകയാണ് രാഘവേട്ടൻ തടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ തല്ലാതിരുന്നത്. ഇനി എന്തെങ്കിലും ഇതുപോലുള്ള പ്രവർത്തികൾ നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പോലീസല്ല ഇടപെടുന്നത്, ഈ സത്യഭാമയായിരിക്കും വിധി തീർപ്പാക്കുന്നത്, തല്ലി കൊല്ലും ഞാൻ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ കൈ ചൂണ്ടി സുസ്മിതയ്ക്ക് നേരെ സംസാരിക്കുകയാണ്. എന്നിട്ട് അകത്ത് എന്ന് പറയുമ്പോൾ സുസ്മിത നിൽക്കുകയാണ്. അന്നേരം എൻ്റെ ഫോൺ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവളുടെ ഒരു മൊബൈൽ പൊടിയകത്ത് എന്ന് പറയുകയാണ്. ഫോൺ സത്യഭാമ കൊടുക്കുന്നില്ല. അന്നേരം പേടിച്ച് സുസ്മിത അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് സുസ്മിത അങ്ങ് മുകളിലേക്ക് കയറി പോകുമ്പോൾ ഭാമ മൊബൈൽ ഫോൺ ആ ടീപ്പോയിലേക്ക് വയ്ക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് സമ്പവിച്ചതിൻ്റെ ഏറെക്കുറെ ചിത്രങ്ങളൊക്കെ നിനക്ക് വ്യക്തമാകുന്നുണ്ടോ ഭാമയെന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ ഇങ്ങനെ സങ്കടത്തോടെ അയക്കുകയാണ്. അന്ന് ശാരദാമ്മയുടെ ബാഗിൽ സ്വർണം വന്നത് കാര്യങ്ങളൊക്കെ നിനക്ക് വ്യക്തമാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സംഭവിച്ചതെല്ലാം എനിക്ക് ഖേദമുണ്ട് രാഘവേട്ട എന്ന് പറയുമ്പോൾ അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളൊക്കെ നീ ഓർത്ത് നോക്കിക്കേ, വിഷ്ണുവിനും ശാലിനിക്കുമൊക്കെ ഈ പൊടി കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ഇറങ്ങേണ്ടി വന്ന കാര്യങ്ങൾ എന്നിട്ടും അവർ തോറ്റു കൊടുത്തില്ല, പൊരുതി നിന്നു. പിന്നീട് നിനക്കൊരു പ്രശ്നമുണ്ടായപ്പോഴും നമ്മുടെ മകൻ വിഷ്ണു വേണ്ടി വന്നോ നിന്നെ സഹായിക്കാനായിട്ട്, അവനൊന്നും സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഈ വീട് പോലും വിട്ട് നമുക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നേനെ എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ അങ്ങ് വിഷമിച്ച് പറയുകയാണ് എനിക്ക് എൻ്റെ തെറ്റുകൾ മനസ്സിലാകുന്നുണ്ട് രാഘവേട്ട എന്നൊക്കെ സങ്കടത്തോടെ ഇടറിയ സ്വരത്തിൽ ഇങ്ങനെ പറയുകയാണ്. ശാരദാമ്മയുടെ കാര്യമൊക്കെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ സങ്കടത്തോടെ ശാലിനിയൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട് ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ
ചെയ്തില്ലെങ്കിൽ അതിന് മാപ്പ് പറയുക തന്നെ വേണം. അതിപ്പോൾ മക്കളോടായാലും മരുമക്കളോടായാലും അമ്മയോടും അച്ഛനോടും ആരോടായാലും തെറ്റ് ചെയ്താലും മാപ്പ് പറയുക തന്നെ വേണം എന്നിങ്ങനെ രാഘവൻ നായർ വ്യക്തമായിട്ട് അവിടെ ഭാമയോട് പറയുകയാണ്. തുടർന്ന് സത്യഭാമ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയാണ്. അന്നേരം പ്രീതിയും അർജുനും എല്ലാവരും മാപ്പ് പറയണം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. തുടർന്ന് പിള്ളയെ ഇങ്ങനെ വിളിക്കുമ്പോൾ സത്യമ്മയ്ക്ക് എന്നോടൊന്നും തോന്നരുത്, അത് മാപ്പ് പറയണം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു ചിന്താഗതി എന്നിങ്ങനെ പിള്ള പറയുമ്പോൾ ഭാമ സമ്മതിക്കുകയാണ്. തുടർന്ന് ഭാമ ഇങ്ങനെ വിഷ്ണുവിൻ്റെ മുന്നിലേക്ക് വരികയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കാതെ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് മോനെ എന്ന് വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്. എടാ മോനെ അമ്മ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ഇങ്ങനെ കൈയെടുത്ത് വിഷ്ണുവിനെ തൊഴുവാനായിട്ട് വരികയാണ്. അന്നേരം വിഷ്ണുവിന് പെട്ടെന്ന് അങ്ങ് സങ്കടം വരികയാണ്. ഈ അമ്മ എന്തുവായി കാണിക്കുന്നത്? അമ്മ ഇത്രയ്ക്ക് താഴാനായിട്ട് പാടില്ല, സത്യഭാമ ഇത്രയ്ക്ക് താഴാനായിട്ട് പാടില്ല. അമ്മ താഴ്ന്നാൽ പിന്നെ ഈ വിഷ്ണു ഉണ്ടോ? അമ്മ എന്നോട് മാപ്പ് പറയണമെന്ന് എല്ലാവരും പറയുമ്പോൾ എനിക്ക് പറയാൻ മനസ്സില്ല എന്ന് അമ്മ പറയുമെന്നല്ലേ ഞാൻ കരുതിയത്. ഇപ്പോൾ സത്യഭാമ ആരുടെയും മുമ്പിൽ തല കുനിച്ചാൽ പിന്നെ ഈ വിഷ്ണു ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് വിതുമ്പി കരയുകയാണ്. സത്യഭാമയും അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ കവിളത്തേക്കും തലയിലുമൊക്കെ ഭാമ ഇങ്ങനെ തലോടുകയാണ്. അന്നേരം അത് ആ കാഴ്ച കണ്ട് എല്ലാവർക്കും അങ്ങ് സന്തോഷം ആകുകയും എല്ലാവരുടെയും കണ്ണ് നിറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേസമയം സുസ്മിതയും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ സ്റ്റെയറിൽ നിന്ന് നോക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ സുസ്മിതയ്ക്ക് അങ്ങ് ദേഷ്യമാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ പിടിക്കുകയാണ്. കൈ പിടിച്ച ശേഷം രണ്ട് കൈയും കൊണ്ട് വിഷ്ണുവിൻ്റെ ഒരു കൈ ഇങ്ങനെ പിടിച്ചങ്ങ് സത്യഭാമ അതിലേക്ക് മുഖം ഇങ്ങനെ കുനിച്ച് കരയുകയാണ്. എനിക്ക് നിന്നെ വേണമെടാ മോനെ, വിഷ്ണു മോനെ എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞങ്ങ് ഭാമ അങ്ങ് പൊട്ടി കരയുമ്പോൾ വിഷ്ണു അങ്ങ് കൂടെ കരയുകയാണ്. അതുകൊണ്ട് രാഘവൻ നായർക്ക് സങ്കടമാണെങ്കിലും അങ്ങ് ചിരിക്കുകയാണ്. ആ ഒരു അമ്മയുടെയും മകൻ്റെ ഒരു കാഴ്ച കണ്ടിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി അത് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചങ്ങ് ഭാമ കരയുന്നുണ്ട്. അതിനുശേഷം ഭാമ പെട്ടെന്ന് വിഷ്ണുവിനെ അങ്ങ് മാറ്റി നെഞ്ചിൽ നിന്നങ്ങ് മാറ്റിയിട്ട് കണ്ണീരൊക്കെ തുടച്ചിട്ട് അങ്ങ് ആർക്കും മുഖം കൊടുക്കാതെ പെട്ടെന്ന് അങ്ങ് റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോയിട്ടും ഭാമ എന്നങ്ങ് കരയുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അതേസമയം വിഷ്ണു ഇങ്ങനെ കരഞ്ഞു നിൽക്കുമ്പോൾ ശാലിനി ചെന്ന് വിഷ്ണുവിൻ്റെ തോളിലേക്ക് പിടിക്കുകയാണ്. അന്നേരം അമ്മ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ വിഷ്ണു പറയുമ്പോൾ ശാലിനി ഇങ്ങനെ തലകുലുക്കി സമ്മതിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, ഡാ മോനെ ഇനി സത്യഭാമയും വിഷ്ണുവും രണ്ടല്ല ഒന്ന് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അത് സമ്മതിച്ച് നിൽക്കുകയാണ്. ഇനി നീ ആരെയും പേടിക്കാനില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ആ സെറ്റിലേക്ക് ഇങ്ങനെ കൈയടിച്ചങ്ങ് ചിരിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ സന്തോഷത്തോടെ ശാലിനിയെ നോക്കുമ്പോൾ ശാലിനിയും കരഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ എല്ലാവർക്കും അങ്ങ് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്ന സുസ്മിതയാണെങ്കിൽ ആകെ അങ്ങ് ടെൻഷനും ദേഷ്യത്തിലുമാണ്. തുടർന്ന് സ്പീഡിന് പോയ ബാൽക്കണിയിലേക്കൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഓരോന്നൊക്കെ അങ്ങ് ചിന്തിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ക്യാഷ് കൗണ്ടറിൽ ശാരദാമ്മ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പുകയാണ്. പക്ഷേ ശാരദാമ്മ ആലോചിക്കുന്നത് രാജീവ് സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇനി ഒരു ഒത്തുതീർപ്പിനില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശങ്കരേട്ടൻ അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഉഷ എന്നൊരു സ്ത്രീ അവിടേക്ക് ഇങ്ങനെ സ്പീഡിന് നടന്ന് കയറി വരികയാണ്. ഉഷയാണല്ലോ വരുന്നത്, ആ വരവത്ര പന്തിയല്ലല്ലോ എന്ന് ശങ്കരേട്ടൻ പറയുന്നുണ്ട്. തുടർന്ന് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്ന ഉഷയാണെങ്കിൽ ശാരദാമ്മയോട് ചോദിക്കുകയാണ്, എവിടെ നിങ്ങളുടെ മോള് ശാരിക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഇനി ഉഷ വന്നിരിക്കുന്നത് എന്ത് പൊല്ലാപ്പം കൊണ്ടാണെന്ന് എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. എന്തായാലും സത്യഭാമയും വിഷ്ണുവും ഒന്നായി കഴിഞ്ഞു, അമ്മയും മകനും ഒന്നായി കഴിഞ്ഞു. ഇനി വിഷ്ണുവും ശാലിനിയും അവിടെ തന്നെ താമസിക്കും. അവിടെ എല്ലാ പ്രശ്നങ്ങളും കഴിയുകയാണ്. ഇനി പ്രീതിയുടെ ഓർമ്മ കൂടി തെളിഞ്ഞു വന്നാൽ സുസ്മിതയ്ക്കുള്ള ജയിൽ ശിക്ഷയും. ഇത്രയുമാണ് പുതിയ കാര്യങ്ങൾ. താങ്ക് യു.